സാങ്കേതിക വിദ്യ വരുന്നതോടുകൂടി അതിനോടനുബന്ധിച്ച് ഒരുപാട് കരിയറും ഒരുപാട് ബിസിനസ് സാധ്യതകളും വരുന്നുണ്ടെന്നുള്ളത് സത്യമാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഒരു സൊസൈറ്റിയിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു പെയിനിനെ, ഒരു പ്രശ്നത്തിനെ അഡ്രസ്സ് ചെയ്യാനുള്ള ഒരു സൊല്യൂഷൻ നമ്മളെ കയ്യിൽ ഉണ്ടെങ്കിൽ നമ്മൾ പുതിയ കാലത്തിന് വേണ്ടി നമ്മൾ തയ്യാറെടുക്കുക ആണ് ചെയ്യേണ്ടത്. പുതിയ കാലത്തെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, അവസരങ്ങളെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ മെന്റലി പ്രിപ്പയർ ആവുക, അതിനുള്ള ഫിസിക്കൽ സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ്. പഴയ കാലത്ത് നമുക്ക് ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചറുകൾ ഉണ്ടെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങാൻ സാധിക്കുമായിരുന്നുള്ളൂ. പഴയ കാലത്ത് നമുക്ക് ജിയോഗ്രഫിക്കലി നമ്മളുടെ ഒരു ടെറിട്ടറിയിൽ നിന്നുകൊണ്ട് മാത്രമേ ബിസിനസ് ചെയ്യാൻ സാധിക്കുമായിരുന്നുള്ളൂ. ഇന്ന് ആ സാഹചര്യമൊക്കെ മാറിയിട്ടുണ്ട്. ആർക്കും എവിടെയും ഏത് ബിസിനസ് ചെയ്യാനും പറ്റുന്ന, ഏത് തരത്തിൽ വേണമെങ്കിലും നെറ്റ്വർക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളൊക്കെയാണ് ഒരുങ്ങിയിട്ടുള്ളത്. അപ്പൊ അതിനെ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മുടെ മൈൻഡ് സെറ്റിനെ മാറ്റുക എന്നുള്ളതാണ് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ ഏതെങ്കിലും ഒരു മേഖലയിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സൊല്യൂഷൻസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ ഒരു മേഖലയിൽ നമ്മളുടെ ബ്രാൻഡ് വിസിബിലിറ്റി, പേഴ്സണലി ആണെങ്കിലും നമ്മളുടെ ബ്രാൻഡ് ഇറ്റ്സെൽഫ്, നമ്മുടെ പ്രൊഡക്റ്റ് വൈസ് ആണെങ്കിലും നമ്മുടെ സർവീസ് വൈസ് ആണെങ്കിലും കോൺസെപ്റ്റ് വൈസ് ആണെങ്കിലും അതിന്റെ ബ്രാൻഡ് വിസിബിലിറ്റി മാക്സിമം കൂട്ടുക, അതിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ബ്രാൻഡ് വിസിബിലിറ്റിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഏത് രൂപത്തിൽ വന്നാലും അന്ന് ആ ഒരു മേഖലയിലെ അഗ്രഗണ്യം നമ്മൾ തന്നെയായിരിക്കും പുലി.